ഹായ് ഫ്രണ്ട്സ്, മോഹനരാഗ സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സേനനും രൂപയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാണ്. അപ്പോൾ ആൽബിയോട് സേനൻ പറയാണ്, അവൻ ആ രാഹുൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആറില്ല മോനെ, ഇതവൻ്റെ അവസാനത്തെ കളിയാണ്. അപ്പോഴേക്കും സോണി മോരും വെള്ളമായിട്ട് വന്ന് എന്നിട്ട് പറയാണ്, ഇതാ അച്ഛാ. അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് സോണി ചോദിക്കുകയാണ്, അച്ഛന് നല്ല അവശതയുണ്ടല്ലോ. അത് പിന്നെ മോളെ ഇപ്പോൾ പുറത്തുനിന്ന് വന്നതല്ലേ? പുറത്താണെങ്കിൽ നല്ല ചൂടുമല്ലേ, അതിൻ്റെയാ. സേനൻ്റെ വിഷമം കണ്ട് ആൽബി കെട്ടിപ്പിടിച്ച് കരയാണ്. സേനനും രൂപയും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ സേനനോട് രൂപ ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഏട്ടാ ഇവിടെ വന്നത്? അത് പിന്നെ താൻ വാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏട്ടാ? ആരാണ് ഇവിടെ കിടക്കുന്നത് ചന്ദ്രേട്ടാ? താൻ വാടോ, അപ്പോഴല്ലേ മനസ്സിലാവും ആരാണുള്ളതെന്ന്. താൻ വാ എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, സംഭവിച്ചത് എന്താണെന്നറിയുമ്പോൾ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കണേ. രണ്ടുപേരും കയറി വന്നു. അപ്പോൾ കാണുന്നത് കല്യാണിയാണ്. അപ്പോൾ രൂപ പറയാണ്, കല്യാണി മോളാണല്ലോ, എന്താ ഇവിടെ? കല്യാണിയുടെ അടുത്ത് പോയിട്ട് രൂപ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ? അപ്പോൾ കല്യാണി, അമ്മ ഒന്നും അറിഞ്ഞില്ലേ? അപ്പോഴാണ് സേനൻ പറയുന്നത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ എന്താ നിങ്ങളൊക്കെ എന്നിൽ നിന്നും മറക്കുന്നത്? കല്യാണി കരഞ്ഞുകൊണ്ട് പറയാണ്, അത് പിന്നെ കിരണേട്ടൻ വർക്ക് സൈറ്റിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ആരൊക്കെയോ തല്ലി അമ്മേ. തലയ്ക്ക് അടിപറ്റി കിരണേട്ടൻ ICUവിൽ കിടക്കുക. അപ്പോഴാണ് സേനൻ പറയുന്നത്, എടോ, അപകടനില തരണം ചെയ്തടോ. ഇല്ല, അല്ലെങ്കിൽ പിന്നെ മോളിങ്ങനെ വിഷമിക്കില്ല. കല്യാണിയും കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്തുന്നത് വരെ ആർക്കാ എന്താ സംഭവിച്ചത് എന്ന് ചന്ദ്രേട്ടൻ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ കാണാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനൊരു 1000 തവണ പറഞ്ഞതാ സൂക്ഷിക്കണം എന്ന്. ആരും കേട്ടില്ല. കുറച്ച് ദിവസം പുറത്തേക്ക് ഇറങ്ങാതിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. എത്രയെന്ന് കരുതിയ രൂപേ പുറത്തിറങ്ങാതിരിക്കുന്നേ? കൊല്ലാൻ നടക്കുന്നവൻ പതിയിരിക്കില്ലേ? അവനെന്തായാലും ഈ വിധി എൻ്റെ മോന് കൊടുക്കും. അത് കേട്ട് രൂപ പറയാണ്, അവനെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത്, എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ. അപ്പോഴാണ് ICUവിൽ നിന്നും ഡോക്ടർ പുറത്തു വന്നത്. ഡോക്ടർ പറയാണ്, രണ്ടാളും എത്തിയോ? പോയി കണ്ടോളൂ. രൂപ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടർ? പോയി കാണൂ. സീരിയസ് ആയിട്ട് എന്തോ ഉണ്ട് അല്ലേ ചന്ദ്രേട്ടാ? വാടോ വാ. രൂപയും സേനനും കിരണിൻ്റെ അടുത്തെത്തി കിരണിനെ തഴുകി തലോടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ കിരൺ പറയാണ്, തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, പക്ഷേ തീർന്നില്ല. പിന്നെ രൂപ ചോദിക്കുക, മോനെ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ആരാടാ ഇത് ചെയ്തവരുടെ മുഖം ഞാൻ കണ്ടില്ല അച്ഛാ. അല്ലെങ്കിൽ തന്നെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുമ്പോൾ അവരെ നമ്മൾക്ക് പിടികിട്ടണം എന്നില്ലല്ലോ അച്ഛാ. അവരെ വിട്ടത് നമ്മൾ ഊഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ വർക്ക് സൈറ്റിലേക്ക് പോകുന്ന സമയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരും അവിടെ എത്തിയത്. ആദ്യം നമ്മുടെ സൈറ്റിലെ പണിക്കാരെയാണ് തല്ലി ഒതുക്കിയത്. അതിന് ശേഷം അവർ എൻ്റെ ദേഹത്ത് കൈവച്ചത്. കല്യാണി വല്ലതും പറഞ്ഞിരുന്നോ? അപ്പോൾ സേനൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഓർമ്മശക്തി നഷ്ടപ്പെട്ട് പ്രതികരണശേഷിയില്ലാതെ കിടക്കുവാണ് ഞാനെന്നാണ് പറഞ്ഞത്. അങ്ങനെയേ എല്ലാവരോടും പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ കല്യാണിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ മാത്രം ഞാൻ നോർമലാണെന്ന് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാവരും എനിക്ക് സ്വബോധം പോയെന്ന് അറിഞ്ഞോട്ടെ. ആരെയും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാനെന്ന് എന്നെ കാണാൻ വരുന്നവരൊക്കെ അറിഞ്ഞോട്ടെ. പ്രത്യേകിച്ചും എൻ്റെ അങ്കിളും പ്രകാശനും വിക്രമൊക്കെ. അവർ എല്ലാവരും കൂടെയോ അല്ലെങ്കിൽ അവരാരോ ചെയ്തതാണ് ഇതൊക്കെ. ഞാൻ എത്ര തവണ പറഞ്ഞതാ മോനെ സൂക്ഷിക്കണം എന്ന്. കല്യാണിയോടും പറഞ്ഞതാ. നടക്കുന്നതിൻ്റെ തലേ ദിവസം മുമ്പേ കല്യാണി പറയായിരുന്നു അമ്മേ. പിന്നെ എത്രയെന്ന് വെച്ചാൽ നമ്മൾ കഥകടച്ച് അകത്തിരിക്കുന്നത്. എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത നിൻ്റെ ഈ കിടപ്പുണ്ടല്ലോ, അത് അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ അങ്കിളിനെ തേടിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാ. അത് നമ്മളെക്കാൾ നന്നായിട്ട് അയാൾക്കറിയാം. കരുതലോടെയായിരിക്കും അയാൾ നടക്കുന്നത്. അയാളുടെ അവസാന പിടിവള്ളിയായിരുന്നു അമ്മ. അവിടെയും ചതിപറ്റിയെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവസാന അംഗത്തിനുള്ള പുറപ്പാടായിരിക്കും. അതുകൊണ്ട് നേരത്തെ അമ്മയൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് എനിക്കും അച്ഛനോട് പറയാനുള്ളത്. അച്ഛാ, മുന്നിലും പിന്നിലും കണ്ണു വേണം, ആയുധവും കരുതണം എവിടെ പോകുമ്പോഴും. അപ്പോൾ ചന്ദ്രൻ പറയാണ്, എനിക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അവനെ ഞാനിനി ജീവിക്കാൻ അനുവദിക്കില്ല. സേനൻ പറയാണ്, താൻ പാടോ. രൂപ ഒന്നുകൂടി തലോടിയിട്ട് അവിടെ നിന്ന് പോയി. കല്യാണി ചോദിക്കുക, സംസാരിച്ചോ കിരണേട്ടൻ? അപ്പോൾ രൂപ സംസാരിക്കുക മാത്രമല്ല അവൻ്റെ മനസ്സിലെന്താണെന്ന് പറയുകയും ചെയ്തു.
അതെന്തുകൊണ്ടും നന്നായി മോളെ. മോൻ്റെ മരണം ആഗ്രഹിച്ചവർ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കിടക്കുന്ന എൻ്റെ മോനെ കണ്ട് ആനന്ദിക്കട്ടെ. അതിനെതിരെ ഇനി ആരുടെ നേർക്കും ആയുധെടുക്കാൻ അവർ മെനക്കെടില്ല. അപ്പോൾ സേനൻ കല്യാണിയോട് പറയാണ്, എനിക്ക് അവൻ്റെ അടുത്തുവരെ ഒന്ന് പോകണം. ആ രാഹുലിൻ്റെ അവിടെ അച്ഛൻ ചെല്ലുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ കരുതിയിരിക്കും, അവനെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നാലും ആ പേ പിടിച്ചവനെ കണ്ടെത്തിയാൽ ഇന്നത്തോടെ അവൻ്റെ അവസാനമാണ്. അപ്പോൾ രൂപ മിക്കവാറും അവനവിടെ കാണില്ല. ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പിക്കാം പ്രതി അവൻ തന്നെയാണെന്ന്. ഒന്നുകിൽ അയാൾ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാളും എൻ്റെ ആങ്ങളെയും. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിൽ. പിന്നെ വിശദമായിട്ട് കിരണേട്ടൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തല്ല് കിട്ടിയ സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ അവിടെ എത്തി. അയാളാ എല്ലാവരെയും അടിച്ചൊതുക്കിയിട്ട് എൻ്റെ കിരണേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് എൻ്റെ കിരണേട്ടൻ, രൂപേ താൻ മോളുടെ അടുത്ത് നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ചന്ദ്രസേനൻ നേരെ പോയത് രാഹുലിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഷാരിയാണ് വന്ന് കതക് തുറന്നത്. സേനൻ ഷാരിയോടൊന്നും സംസാരിക്കാതെ നേരെ അകത്തേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഷാരിയോട് ചോദിക്കുകയാണ്, എവിടെയടി അവൻ, നിൻ്റെ കെട്ടിയവൻ? അങ്ങേര് ഇവിടെ ഇല്ല. ഇല്ല സാറേ, അവൻ അകത്ത് കയറിയിരുന്നിട്ട് അവനിങ്ങനെ പറയാൻ പറഞ്ഞിരുന്നോ? അപ്പോൾ സരയു പറയാണ്, അച്ഛൻ ഇവിടെ ഇല്ല അങ്കിൾ, അങ്കിൾ സംശയമുണ്ടെങ്കിൽ അകത്ത് കയറി നോക്ക്. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, എന്താ സാറേ? അവനൊന്നും വിളിച്ച് പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത്? എൻ്റെ മോൻ്റെ ദേഹത്താ അവൻ്റെ ആൾക്കാർ കൈവച്ചിരിക്കുന്നത്. കൊല്ലാനാണ് അവർ നോക്കിയത്. ഇപ്പോഴും എൻ്റെ മോൻ അപകടനില തരണം ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ സരയുവിന് സന്തോഷമായി. അതുപോലെ തന്നെ ചന്ദ്രസേനൻ ചോദിക്കുകയും ചെയ്തു, അത് കേട്ടപ്പോൾ നിൻ്റെ മുഖമൊന്ന് സന്തോഷിച്ചല്ലോടി? ഇല്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല അങ്കിൾ. എന്നാൽ ഇപ്പം അതറിഞ്ഞല്ലോ. ദേ നോക്ക്, അവൻ എവിടെ പോയി ഒളിച്ചാലും ഒരു രക്ഷയില്ല. കണ്ടു കിട്ടിയാൽ പിന്നെ നീയൊന്നും ഇവിടെ കാണില്ല. അത് കേട്ട് ഷാരിയും പറയാണ്, കൊല്ലുന്നെങ്കിൽ കൊന്നോ സാറേ, ഇവിടുന്നും ഞങ്ങളുമായിട്ട് ഉടക്കിയിട്ട് പോയതാ. കുറച്ച് നാളായിട്ട് സമനില തെറ്റിയ പോലെയാണ് അങ്ങയുടെ അവസ്ഥ. സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയാണ്. ഞങ്ങൾ പോലും ഇപ്പോൾ ഇവിടെ ഭയന്നാണ് ജീവിക്കുന്നത്. എൻ്റെ മനുവേട്ടൻ പോലും അങ്ങേര് കാരണം ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുക. ദേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ മോന് അവൻ കാരണം സംഭവിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ, നീയൊക്കെ കാരണം എന്നെ സ്നേഹിക്കുന്നവർ കരയാനുണ്ടായ സാഹചര്യം വന്നാൽ തീർത്ത് കളയും ഞാൻ. തിരിഞ്ഞു നിന്ന് സരയുവിനോട് പറയാണ്, മനസ്സിലായോടി? സേനൻ പോയി കഴിഞ്ഞപ്പോൾ സരയു പറയാണ് അമ്മയോട്, അവനെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അമ്മേ. അപ്പോൾ ഷാരി പറയാണ്, അതിൻ്റെ പിന്നിൽ നിൻ്റെ അച്ഛനായിരിക്കുമോ മോളെ? ആയിരിക്കും, അല്ലാതെ പിന്നെ വേറെ ആരാ? സ്വന്തം അനന്തരവനെ അങ്ങേരി എന്തെങ്കിലും ചെയ്യുമോ? എന്താ ചെയ്യാതിരിക്കാൻ? പെങ്ങൾ ചതിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനത് ചെവിക്കൊണ്ടില്ലല്ലോ. ഇപ്പോൾ നല്ല ക്ലീനായിട്ട് അവരത് ചെയ്തല്ലോ. ആ ദേഷ്യത്തിനാ അന്ന് ഇവിടെ വന്ന് മനുവേട്ടൻ്റെ കഴുത്തിനൊക്കെ പിടിച്ചത്, അന്ന് കൊലവിളി നടത്തിയത്. ഞാൻ ജനിച്ച പിന്നെ അങ്ങനെ ഒരു അച്ഛനെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോൾ കിരണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത് അച്ഛനല്ലാതെ മറ്റാരും ആയിരിക്കില്ല. അയ്യലത്തുള്ളവൾ ഇനി കരയട്ടെ, അവനെ ഓർത്ത് നിലവിളിക്കട്ടെ. എൻ്റെ ആൻറ്റി എന്ന് പറയുന്നവളും അവൾക്കൊപ്പം കൂടട്ടെ. പിന്നെ കാണിക്കുന്നത് മനോഹർ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ മനോഹർ സ്നേഹിക്കുന്ന വന്ദനയും അവൻ സ്നേഹിക്കുന്ന അവൻ്റെ കാമുകയും അവിടെയുണ്ട്. അപ്പോൾ അവൾ പറയാണ്, അതേ അവൻ വരുന്നു, മനസ്സിലാവുമോ ഇപ്പോൾ? അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് മാസ്ക് എടുത്ത് വെക്കുകയാണ്. പക്ഷേ മനോഹർ അവരെ കണ്ട് ഒന്ന് ഞെട്ടി. എന്നിട്ട് അതിന് ശേഷം അടുത്തോട്ടേക്ക് വരികയാണ്. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, അതായത് വന്ദന അങ്ങോട്ടേക്ക് മാറിപ്പോയി. അവൾ അവനോട് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് നിന്ന് ആരെയും കൂട്ടിന് കിട്ടിയില്ലേ? എനിക്ക് കൂട്ടിന് ആരെയും കിട്ടിയില്ലെങ്കിലും നിനക്ക് കൂട്ടിന് ആളെ കിട്ടിയല്ലോ. പിന്നെ നീ എന്താടാ കരുതിയത്? എന്നും നിന്നെ ഓർത്ത് കരഞ്ഞ് കാലം കഴിക്കുമെന്നോ? ആ പോകുന്നത് നിൻ്റെ കാമുകനാണോ അതോ നീ വേറെ കെട്ടിയോ? കെട്ടാൻ പോകുന്ന പയ്യനാ. ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവും. വിളിച്ചാൽ വേണമെങ്കിൽ ഞാനും വരാം, എന്തെങ്കിലും പ്രസൻറ്റും തരാം. നീ ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലോ ഒരുത്തിക്കൊപ്പം, ഞാൻ അവിടേക്ക് വരാം കല്യാണം വിളിക്കാൻ. എന്നിട്ട് നിൻ്റെ ചരിത്രം അങ്ങ് വിളമ്പാം. എന്താ നീയൊന്നും മിണ്ടാത്തത്? നിൻ്റെ തൻ്റെ ഇടമൊക്കെ അങ്ങ് ചോർന്നു പോയോ? എൻ്റെ ഭാഗ്യം കൊണ്ടാ നീ എന്താണെന്നും ഏതാണെന്നും നോക്കി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ നീ വഞ്ചിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ഞാനും കയറി പറ്റിയേനെ. മനോഹർ അവളോട് പറയാണ്, ഇതാ എൻ്റെ തൊഴിൽ. ആ തൊഴിലിൻ്റെ അവസാനം നീ വഞ്ചിച്ച പെൺകുട്ടികളെല്ലാം സംഘടിക്കും.
എന്നിട്ട് അവരെല്ലാം കൂടി നിന്നെ തല്ലിക്കൊല്ലും. ഈ കളിയുടെ അവസാനം സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ്. നിനക്കേതായാലും ചതി പറ്റിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നത്? എങ്കിലും നീയുമായി മുട്ടി ഒരുമി നടന്നല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് നിനക്കെതിരെ നിന്റെ ഭാര്യമാരായ പെൺകുട്ടികളെല്ലാം അണിനിരന്ന് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. നീ കൂടുതൽ എന്നെ വിരട്ടണ്ട. അങ്ങനെ വിരട്ടിയാൽ നിന്നെ കെട്ടാൻ പോകുന്നവൻ്റെ വീട്ടിൽ പോയി അവനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും. നീ എന്തിനാ വീട് തിരക്കിയിട്ട് പറയാൻ പോകുന്നത്? ഇപ്പം തന്നെ പോയി പറഞ്ഞോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീയും ഞാനും തമ്മിലുള്ള സകല ഡീറ്റെയിൽസും എൻ്റെ മൊബൈലിലുണ്ട്. അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആളിൻ്റെ നമ്പർ ഞാൻ നിനക്ക് തരാം, നീ അയച്ചു കൊടുക്ക് ഫോട്ടോസൊക്കെ. എൻ്റെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്ക്. അവൾ പോയി കഴിഞ്ഞപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയി ജീവിക്കട്ടെ. ഇപ്പം ഞാൻ വന്നത് എൻ്റെ പെണ്ണിന് ഡ്രസ്സ് എടുക്കാനാ. വന്ദന എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, അവനെന്താ പറഞ്ഞത്? അവൻ്റെ മൊബൈലിൽ എൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഇത് വരുണേട്ടന് അയച്ചു തരും എന്നാ പറഞ്ഞ്. അയക്കട്ടെ അയക്കട്ടെ. ഈ വരുണേട്ടൻ വന്ദന എന്ന് പറഞ്ഞ് മനു സ്നേഹിക്കുന്ന പെണ്ണാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ പറയാണ്, പണം ഏതാണ്ട് തീരാറായി, ഈ ബാങ്കിൽ കുറച്ച് പൈസയെ കിടപ്പുള്ളൂ. മുരുകന് നല്ലൊരു തുകയാണ് കൊടുത്തത്. പ്രകാശനോട് പറയാം, ഇപ്പോൾ അവൻ എവിടെയാണെന്ന് അറിയില്ല. ഇനി അവൻ വരുമ്പോൾ ബാക്കി എമൗണ്ട് കൊടുക്കണം. എടാ, നീ കുറച്ച് പൈസ എനിക്ക് കടായിട്ട് താ, ഞാനൊരു തട്ടുകട തുടങ്ങാം. എന്നിട്ട് നീ വേണം ഒരു കാര്യം ചെയ്യ്, നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ. എത്ര കാലം താമസിക്കാൻ പറ്റും? എനിക്ക് എപ്പോഴാണ് ചന്ദ്രസേനൻ്റെ ആൾക്കാർ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ എന്താ എടാ? ആ പറയാം. വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചത്തില്ലെങ്കിലും അവൻ ചത്തതുപോലെ കിടക്കുക. എന്നുവെച്ചാൽ അവനിപ്പോൾ ബോധമൊന്നും ഇല്ലെന്ന്. ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കേട്ട് രാഹുൽ ചോദിക്കുകയാണ്, ICUയിൽ നിന്നും അവനെ മാറ്റിയോ? ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിൽ സംഗതി സീരിയസാ. അത് കേട്ട് പ്രകാശൻ, ഒരു തരത്തിൽ അവൻ അങ്ങനെ കിടക്കുന്നതല്ലേ രാഹുലെ നമ്മൾക്ക് നല്ലത്. ആരെയും തിരിച്ചറിയാതെ തലച്ചോറിന് ക്ഷതമേറ്റ് അവൻ അങ്ങനെ കിടക്കട്ടെ. ആ കാഴ്ച കാണാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രകാശൻ ചിരിക്കുക. അപ്പോൾ വിക്രം അതെല്ലാവർക്കും വലിയ സങ്കടമാണെന്ന് അറിഞ്ഞത്. കല്യാണിയും അവൻ്റെ അമ്മയും ഒക്കെ ഏതു നേരവും ICUവിൻ്റെ മുന്നിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് നിൽക്കുക. അവിടെയുള്ളൊരു സുഹൃത്ത എന്നോട് ഇതൊക്കെ പറഞ്ഞത്. പ്രകാശൻ, എടാ രാഹുലെ, കേൾക്കേണ്ട വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്ക്. കേട്ട് രാഹുൽ, എൻ്റെ മോൾക്ക് ഇതറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ കിരണിൻ്റെ തൊട്ടയലത്ത് വന്ന് താമസിക്കണമെന്ന് എൻ്റെ മോളാ പറഞ്ഞത്. കല്യാണിയേക്കാളും കിരണിനേക്കാളും നന്നായിട്ട് ആണ് എൻ്റെ മോൾ ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരിക്കൽ പോലും അവരെ ജയിക്കാൻ എൻ്റെ മോൾക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാതെ ഒരേ കിടക്കുന്ന കിരൺ കാഴ്ച അവളെ ഒരുപാട് സന്തോഷിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ച് കാലമായിട്ട് ഒരു വിലയില്ല എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോൾക്കും. ഏതായാലും അതിനി ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ വിക്രം പറയാണ്, ഏതായാലും അങ്കിളൊന്ന് സൂക്ഷിച്ചോ. ഇപ്പോൾ ചന്ദ്രസേനൻ്റെ ആൾക്കാർ അങ്കിളിനെ പരക്കം പായിരിക്കും. അതെനിക്കറിയാടാ, അതല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. എൻ്റെ കാറൊക്കെ ദൂരെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അറിയില്ല ഞാനിവിടെയുണ്ടെന്ന്. അപ്പോൾ പ്രകാശൻ, എടാ നീ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഈ മുടുക്ക് വഴിയൊന്നും ആരും ഇവിടെ എത്തിപ്പെടാൻ പോകുന്നില്ല. രാഹുൽ വിക്രത്തിനോട് പറയാണ്, വിക്രം നീ എല്ലാ ദിവസവും അവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊള്ളാം. നീ മറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് മറ്റു ചിലത് ചെയ്യാനുണ്ട്. ചന്ദ്രസേനൻ്റെ ദേഹത്ത് റീത്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഉടനെ വരും. അടുത്ത ടാർജറ്റ് അവനാ. മുരുകൻ എന്നെ ഒന്ന് വിളിച്ചോട്ടെ. അങ്ങനെ രാഹുൽ അടുത്ത കാര്യത്തിലേക്ക് തലയിടാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.